ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെപ്പോലെ ജിമ്മിലൊക്കെ പോകുന്ന ഹെൽത്തൊക്കെ നോക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് വേറൊന്നുമല്ല, വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്. അത് എത്ര രൂപയ്ക്കാണെന്നറിയോ? വെറും 1335 രൂപയ്ക്ക്. അത്രയും വിലക്കുറവിൽ ഒരിടത്തും നല്ല ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ കിട്ടത്തില്ല. കിട്ടുമായിരിക്കും, പക്ഷെ അതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഒന്നും ആയിരിക്കത്തില്ല. എന്താണേലും സംഭവം ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ 2 മാസമായിട്ട് തപ്പിക്കൊണ്ടിരുന്ന പ്രൊഡക്റ്റാണ്. അന്ന് ഇതിന് ഇത്രയും വിലക്കുറവില്ലായിരുന്നു. അന്ന് ശരിക്കും 1499 രൂപയായിരുന്നു. ഇപ്പം അതിന് ടാക്സ് കുറഞ്ഞിട്ട് 1335 രൂപ ആയിട്ടുണ്ട്. എന്നാണെങ്കിലും ഞാനത് തപ്പി സംഭവം ഒരിടത്ത് ഉണ്ടെന്ന് അറിഞ്ഞു. പോയി നോക്കാം, കിട്ടുമില്ലെന്ന് അറിയാം. എന്നാണെങ്കിലും നമുക്ക് പോയി നോക്കാം. കഴിഞ്ഞ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും, കഴിഞ്ഞ മാസം അവസാനമല്ല, കഴിഞ്ഞ മാസം ആദ്യം ഒന്നും ഞാനൊരു റീല് കണ്ടിട്ടാണ് ഈ ഒരു സംഭവം ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അത് നമ്മുടെ ജനൌഷധി വഴിയാണ് സെല്ല് ചെയ്യുന്നത്. ജനൌഷധിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ ഓൺലൈനൊക്കെ നോക്കി, അവിടെ ഒന്നും സെല്ലിംഗ് ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അതൊരു തമിഴ്നാട്ടിലുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് ആ വീഡിയോ ചെയ്തത്. അതിങ്ങനെ അധികം ആളിലേക്ക് റീച്ച് ആകാത്തൊരു വീഡിയോ ആയിരുന്നു. എന്നിട്ട് ഞാൻ തപ്പി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ സംഭവം ഉണ്ട്, ഇതിന് റേറ്റ് ഒക്കെ കറക്റ്റാണ്, 1499 രൂപ തന്നെയാണ്. പക്ഷേ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല. ഇവരുടെ കയ്യിൽ 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇത് തൊടുപുഴത്തെ കാര്യമായിട്ട് പറയണേ. തൊടുപുഴയിൽ എറണാകുളത്തും ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, കോട്ടയത്ത് നിന്നും വരുന്നുണ്ട്. 2 പേരുടെയും കയ്യിൽ സാധനമില്ല. അപ്പോൾ സാധനം വരുവാണെങ്കിൽ അപ്പം തന്നെ വിളിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ കൊടുത്തു. പക്ഷേ 2 മാസമായിട്ടും കോൺടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം മുന്നേ വീണ്ടും ഇതുപോലൊരു വീഡിയോ കണ്ടു. അന്നേരം അവർ പറഞ്ഞു ടാക്സ് കുറഞ്ഞത് കൊണ്ട് വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1300 രൂപ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്നേരം നമ്മൾ ഓൺലൈനൊക്കെ നോക്കി, അന്നേരവും കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് ജനൌഷധിയിൽ പോയി നോക്കാമെന്ന് വിചാരിച്ച് ഒരു അൺഎക്സ്പെക്റ്റഡ് പോലെ ഞാൻ ഇന്ന് വെറുതെ പോണ വഴിയിൽ കരിമുണ്ടൊരു ഒരു ജനൌഷധി കയറി നോക്കി. അന്നേരം അവർ പറഞ്ഞു സാധനമുണ്ട്, പക്ഷെ അവരുടെ കയ്യിലില്ല. എന്നാൽ തൊടുപുഴയിലുണ്ട്. തൊഴിൽ 2 അവരുടെ കയ്യിൽ തന്നെ തൊഴിൽ 2 ജനൌഷധി ഉണ്ട്. അതിലെവിടെ പോയാലും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് സംസാരിച്ച് സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് 2 എണ്ണം ആക്ച്വലി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇത്രയും വിലക്കുറവുള്ള സാധനമായതുകൊണ്ട് സംഭവം നമ്മുടെ കൈ കിട്ടാതെ കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോയി നോക്കാമെന്ന് പറഞ്ഞത്. എന്നായാലും ഓൾറെഡി ഞാൻ വിളിച്ച് 2 റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെല്ലുന്നിട്ട് അറിയാം ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. നമ്മളിപ്പോൾ ഇതേ മങ്ങാട്ടോലി എത്തി. മങ്ങാട്ടോല സ്റ്റാൻഡിൽ നിന്ന് ശരിക്കും വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തേക്കണത് പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള ജനൌഷധിയിലാണ്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കി അവിടെ പോയിട്ട് നോക്കാം ഉണ്ടാവോ ഇല്ലയോ എന്ന്. ഭയങ്കര എക്സൈറ്റഡ്. അതുകൊണ്ടാണ് വോയിസൊക്കെ ഇങ്ങനെ വരുന്നത്. കാരണം നമ്മുടെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതും വേ പ്രോട്ടീൻ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പല രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു ഐറ്റം ആണല്ലോ. അതുകൊണ്ട് എന്നാലും പോയി നോക്കി കണ്ടറിയാം ബാക്കി. ഞങ്ങളിത് ഇവിടെ എത്തി, പ്രൈവറ്റ് സ്റ്റാൻഡ് എത്തി. ഇതാണ് നമ്മുടെ തൊഴിൽ പ്രൈവറ്റ് സ്റ്റാൻഡ്. ഈ VG ബേക്കറിയുടെ അടുത്താണ് ജനൌഷധി ഉള്ളതെന്നാണ് പറഞ്ഞത്. ഇതേക്കാണ് ജനൌഷധി, ഇതേക്കാണത്. കണ്ടോ മെഡിക്കൽ സ്റ്റോർ, ജനൌഷധി മെഡിക്കൽ സ്റ്റോർ. വണ്ടി അവിടെ ഇടും. ഇതാണ് നമ്മുടെ ജനൌഷധി തൊഴിൽ സ്റ്റാൻഡ് അവിടെ ഉള്ളത്. നമുക്ക് പോയി നോക്കാൻ സാധനം ഉണ്ടോയെന്ന്. ഈ ജനൌഷധിയുടെ വേ പ്രോട്ടീൻ ഇതല്ല ഐറ്റം. ഇതാണ് നമ്മുടെ ഐറ്റം വേ പ്രോട്ടീൻ. കണ്ടോ, അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഇറക്കിയത് 24 ഗ്രാം പ്രോട്ടീൻ പെർ സെർവിങ്, 0 ആഡഡ് ഷുഗർ. അതുപോലെയാണ് ജനൌഷധിയുടെ വലിയ സിമ്പിളുണ്ട്. വേ പ്രോട്ടീൻ എന്താണ് കണ്ടന്റ് എന്നൊക്കെ നോക്കാം. ഇതിനകത്ത് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്, അതുപോലെ തന്നെ കൊക്കോ പൗഡർ, വേ പ്രോട്ടീൻ ഐസൊലേറ്റ്, നാച്ചുറൽ ഐഡന്റിഫൈഡ് ഫ്ലേവർ സബ്സ്റ്റൻസ്, അത് ചോക്ലേറ്റ്. ഇത് ചോക്ലേറ്റ് ഫ്ലേവറിലാണ് വരുന്നത്, അതുകൊണ്ടാണ് ചോക്ലേറ്റ് സബ്സ്റ്റൻസ് കാണിക്കുന്നത്. അതുപോലെ മാൾട്ടോടെക്സിൻ, അതും വളരെ മിനിമലായിട്ട് മാൾട്ടോടെക്സിൻ ഉള്ളൂ. കാരണം ഇതിനകത്ത് കൂടുതൽ മാൾട്ട് ആയിരുന്നെങ്കിൽ ഫസ്റ്റ് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റിന് പകരം മാൾട്ട് കാണിച്ചേനെ. അതുപോലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മാത്രമാണ് ചെറിയ സൂര്യൻ കൊടുത്തത്. അതും INS 955 എന്ന് പറഞ്ഞ ചെറിയ സൂര്യനാണ്. അതുപോലെ ഹാർഫുള്ളായുള്ള ഗമ്മോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഇല്ലെന്നാണ് അതിനർത്ഥം. അതുപോലെ ഇതിനകത്ത് MRP വരുന്നത് 1499 രൂപയാണ്. എത്ര രൂപയാണെന്ന് ചോദിച്ചു നോക്കാം. ഇതിന് എത്ര എക്സാക്റ്റ് പ്രൈസ് വരുന്നത്? ഒരെണ്ണം 1334. ഇന്ന് 2 വേണം. ഇനി അന്ന് അടുത്ത സ്റ്റോക്ക് വരുന്നത് അടുത്ത ആഴ്ച വരും അല്ലേ? ഇതിൻ്റെ എക്സ്പയറി വരുന്നത് 2027 ജനുവരി. അത് തന്നെ. ഗൂഗിൾ പേ ഇല്ലേ, ക്യാഷ്? ഇപ്പം മൊത്തം 2668. ഇത് 1 കിലോ അല്ലേ? 1 കിലോ അല്ലേ? പാർക്കോട് അയച്ചിട്ടുണ്ടേ. 2668 2 കിലോ. 1 കിലോ 1334 രൂപ.
എടുത്തോട്ടെ? കവറും വേണ്ട, കൊണ്ടുപോകണം. താങ്ക്സ്. ബൈ. താങ്ക് യു. നമുക്കിനി ജിമ്മിൽ പോയിട്ട് ടേസ്റ്റ് നോക്കാം. ജിമ്മിൽ പോകണമെന്നില്ല, എൻ്റെ ഷേക്കർ ജിമ്മിനകത്തിരിക്കുക. അതുകൊണ്ട് ജിമ്മിൽ പോയിട്ട് ടേസ്റ്റ് നോക്കാം. ഓക്കെ, ചോക്ലേറ്റ് ഫ്ലേവറാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും വേറെ ഹാർംഫുൾ സബ്സ്റ്റൻസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യും, ഗവൺമെൻറ്റിനകത്ത് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ഞാനെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ശരിക്കും പൈസ കുറച്ച് കിട്ടിയത് കൊണ്ടല്ല, നമ്മുടെ ഗവൺമെൻറ് ഇതിനെ സപ്പോർട്ട് ചെയ്തൊരു ഐറ്റം ഇറക്കി എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പല മെഡിക്കൽ സ്റ്റോറിലും ഇതുപോലെ തന്നെ ഈ ആൾക്കാരുടെ ഹെൽത്തിന് വേണ്ടിയുള്ള പ്രോട്ടീൻസ്, വേന്നല്ല പറയുന്നില്ല, പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ഈ ഷുഗറിന് വേണ്ടി ഡയറ്റ് പ്രോട്ടീൻ, അങ്ങനെ പല ഇത് ഞാൻ കണ്ടന്റ് വായിച്ചു നോക്കുമ്പം അതിനകത്തൊക്കെ അവരെല്ലാം പറയുന്നത് മാൾട്ടോഡെക്സിനാണ് ഏറ്റവും പീക്കിൽ നിൽക്കുന്നത്. അതുപോലെ മിൽക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പ്രോട്ടീനാണ് അവർ വിൽക്കുന്നത്. പുറത്ത് മാത്രം പ്രോട്ടീൻ ഉണ്ടാവും, കണ്ടന്റ് നോക്കുമ്പോൾ ഇൻഗ്രീഡിയൻറ്റ് നോക്കുമ്പം പ്രോട്ടീൻ ഉണ്ടാവത്തില്ല, വേയും കാണുകയില്ല, കോൺസെൻട്രേറ്റും കാണുകയില്ല, ഒന്നും കാണില്ല. ഇതിനകത്ത് ഞാൻ അതാണ് ആദ്യം വന്ന് നോക്കിയത് തന്നെ. കണ്ടന്റ് എന്താണ് ഫസ്റ്റ് കൊടുത്തേക്കാൻ കണ്ടന്റ് തന്നെ വേ കോൺസെൻട്രേറ്റാണ്. അതായത് അതിനകത്തുള്ള ഏറ്റവും കൂടുതൽ കണ്ടന്റ് എന്താണ്, വേ കോൺസെൻട്രേറ്റ് ആണ് അതിനർത്ഥം. ലാസ്റ്റ് ഒരു ഇച്ചിരി മാൾട്ട് ഉണ്ട്, അതായത് ആ ഒരു തിക്നെസ്സിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നതായിരിക്കാം. പക്ഷെ അത് അത്ര ഹാർംഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പം ഇതിലും പൈസ കൊടുക്കും. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിൽ നോക്കിയാൽ മതി, ഒരു ബ്രാൻഡിൻ്റെ വേ പ്രോട്ടീൻ ഇരിക്കുന്നുണ്ട്. അത് 5 LB ഞാൻ മേടിച്ചത് 5800 സംതിങ് രൂപയ്ക്കാണ്. അതായത് 2 മാസമാണെങ്കിൽ 5800 അല്ല 5800 രൂപയ്ക്ക് ഓടത്തുള്ളൂ. അപ്പോൾ ഒരു മാസം 1 കിലോയ്ക്ക് ഇപ്പോൾ എത്ര രൂപയായി? 2000 രൂപ മേളിലായി. ഇത് 2000 രൂപയ്ക്ക് 2 കിലോ തന്നെ കിട്ടി. പോയിന്റ് കിട്ടിയോ? അത് വേറൊരു സൈഡ്. അതുപോലെ തന്നെ വിശ്വസിച്ച് ഉപയോഗിക്കാം, അത് വേറൊരു സൈഡ്. എല്ലാം കൊണ്ടും ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഇത്രയും കാലം ഞാൻ നാട് വിട്ട് പോയതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അത് ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇനി വിട്ട് പോകാതെ ഇവിടെ ഇരുന്നാലോ എന്ന് വരെ ചിന്തിക്കും. സാധനം എത്തി, നമ്മൾ ജിമ്മിലെത്തി. നമുക്കിന്ന് പൊട്ടിച്ച് ടേസ്റ്റ് ഒക്കെ ചെയ്യുന്നത്, സോലിബിലിറ്റി നോക്കാം, ടേസ്റ്റ് നോക്കാം, എങ്ങനെയാണ് നോക്കാം. പൊട്ടിക്കുക ആദ്യം. സീലുണ്ട് കേട്ടോ, സീലുണ്ട്. അടപ്പ് ഇവിടെ വയ്ക്കുക, ഇവിടെ വയ്ക്കറേ സീല്. ഓ മൈ ഗുഡ്നസ്, നല്ല സീലാണല്ലോ. വേണ്ട, പൊട്ടി. ലോക്കൽ പൊട്ടിയിലായി പോയി. യെസ്, കൊള്ളാം. നോർമൽ പൊട്ടീൻ്റെ സ്മെല്ലൊക്കെ നോർമൽ പൊട്ടീൻ്റെ തന്നെ. ഷേക്കർ കാണുന്നില്ലല്ലോ. ദൈവമേ, ഷേക്കർ ഇല്ലേ? ഷേക്കർ പോട്ടെ, സ്കൂപ്പ്. ഈശ്വര ഭഗവാനെ. ഇപ്പടാ സ്പൂൺ എടുക്കാം, സ്പൂണ്. കിട്ടി. ഒളിച്ചിരിക്കുക. ഇതൊരുപാട് ട്രാവൽ ചെയ്ത് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങ് അടിയിൽ പോയി ഷേക്കർ, അല്ല സ്കൂപ്പ്. യെസ്, ഒരു സ്കൂപ്പ് കൃത്യം അളന്ന് അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചില്ല, വെള്ളം ഒഴിച്ചിട്ട് വരാം. അതിനകത്ത് എത്ര അളവ് വെള്ളത്തിൽ മിക്സ് ചെയ്യണം നോക്കട്ടെ കേട്ടോ. അളവ് റെഡി ടു മിക്സ് 3 gram ഷേക്ക്, 1 tablespoon ലെവൽ 180 ml വാട്ടർ. 180 ml വാട്ടറിലാണ് ഇവർ മിക്സ് ചെയ്യാൻ പറഞ്ഞത്. കാരണം നമുക്ക് അതനുസരിച്ച് കറക്റ്റ് വെള്ളം വെച്ച് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റ് സോലിബിലിറ്റി അറിയാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് നിലവിലിപ്പോൾ ഒന്നുമില്ല, കാലി. 1 ഗ്ലാസ് ഒഴിച്ചു. ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം ഇത്രയുണ്ട്. ഇത് 300 ml. അപ്പോൾ ഇത്രയും വരും ഏകദേശം. ഇത്രയുണ്ട് വെള്ളം. 180 to 200 ആ ലെവലിൽ വാട്ടറുണ്ട്. ഓക്കെ, അല്ല വേ പ്രോട്ടീൻ ഇടാം. വെള്ളം കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. അതിന് എത്രയെങ്കിലും സെക്കൻഡ് വല്ലതും ഷേക്ക് ചെയ്യാൻ പറഞ്ഞോ നോക്കാം. ഷേക്ക് വെൽ സ്റ്റിൽ അണ്ടിൽ പൗഡർ ഈസ് ഈവൻലി ഡിസപ്പയർഡ്. സമയമൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നോർമലായിട്ടൊരു പ്രോട്ടീൻ ഷേക്ക് എത്രയാണോ എങ്ങനെയാണോ നമ്മൾ പ്രോട്ടീൻ ഷേക്ക് ചെയ്ത് കുടിക്കുന്നത് അങ്ങനെ തന്നെ ഷേക്ക് ചെയ്യാം. മതി, ഇത്രയൊക്കെ മതി. നോർമൽ പ്രോട്ടീൻ ഇത്രയൊക്കെ ഉണ്ടാക്കി ആവും.
ഒഴുക്കണ കണ്ടിട്ട് ലംസ് ഒന്നുമില്ല. കുടിച്ചു നോക്കി. ആൽബിനോട് കൊടുക്കാം ആദ്യം. ഒട്ടും മധുരമില്ല, ഉള്ള കാര്യം പറയാലോ. കുടിച്ചു നോക്കിയിട്ട് പറ. ഞാൻ കുടിച്ചു നോക്കിയിട്ട് ഒട്ടും മധുരം അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. മധുരം ഉണ്ട്, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? ഒട്ടും മധുരം അങ്ങനെ ഓവർ. ചിലതിന് ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്ലേവർ എൻഹാൻസ് ചെയ്തേക്കുക. അതിനകത്ത് അങ്ങനെ ഫ്ലേവർ എൻഹാൻസ്മെൻറ്റ് ഒന്നുമില്ലല്ലോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? അഭിജാൻ എങ്ങനെയുണ്ട് ചോദിച്ചാൽ? കുറേ നാൾ ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഒട്ടും മധുരമാണ്, ഒട്ടും മധുരമില്ല. ചെറിയൊരു മൈൽഡ് ഷുഗറേ ഉള്ളൂ. ഭയങ്കര കുത്ത് ചോക്ലേറ്റ് ആയിരിക്കും ഇത്. അങ്ങനെ കുത്ത് ചോക്ലേറ്റേഴ്സ് ഒന്നുമില്ല. ലംസ് ഇല്ലല്ലോ, ഒട്ടും ലംസ് ഇല്ലല്ലോ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കായിരുന്നു അല്ലേ, തിക്കായ പോലെ. അതാ അതിൻ്റെ ഒരു ഷേക്കിൻ്റെ ടേസ്റ്റ്. അതാ അവർ അത്ര ടേസ്റ്റ് പിന്നെ കുറയും. വെള്ളത്തിൻ്റെ ഇത് ടേസ്റ്റ് ഉള്ളാവും. നീ കുടിച്ചില്ലല്ലോ? കുടിച്ചോ? ഇവിടെ നമ്മളെ വീഡിയോ തിരിക്കത്തത് ആർക്കും ക്യാമറ മുന്നിൽ വരാൻ പറ്റത്തില്ല കേട്ടോ. കണ്ടോ, ഒട്ടും ലംസ് പോലും ഇല്ല. നല്ല സോലിബിലിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഗവൺമെൻറ് ഇറക്കിയ ഐറ്റത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏക ഐറ്റം വേണമെങ്കിൽ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗൈസ്, ഹാപ്പി ലിഫ്റ്റിംഗ് എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ പ്രോട്ടീൻ ഇപ്പോൾ ഇത്രയും പൈസ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. എവിടെ പോയാലും 2000 രൂപ മേലുള്ള വേ പ്രോട്ടീൻ കിട്ടത്തുള്ളൂ, നല്ല വേ പ്രോട്ടീൻ. പക്ഷേ ഇത് നല്ല, ഞാൻ കുടിച്ചത് വെച്ചു നല്ല ക്വാളിറ്റിയുള്ള പ്രോട്ടീനാണ്. അറിയാം, നമ്മൾ ആദ്യമായിട്ടല്ല പ്രോട്ടീൻ മേടിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫസ്റ്റ് ട്രൈയും അല്ല ഇത്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പ്രോട്ടീൻ ഉപയോഗിക്കുന്ന. അതുകൊണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ പാർട്ട് എനിക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഹാപ്പി ലിഫ്റ്റിംഗ്.